വേദിയിലിരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, ഈ ചർച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോളിഡാരിറ്റി രൂപവൽക്കരണം നടന്ന വർഷത്തിൽ തന്നെ ആരംഭിച്ചതാണ് വികസനത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുടെ അവതരണം. ഏകപക്ഷീയമായ ഒരു വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിന് പകരം സമൂഹത്തിൽ സംവാദം സംഘടിപ്പിച്ചുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച് വളരെ സമ്യക്കായ ഒരു വീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് സോളിഡാരിറ്റി നടത്തിയത്. വളരെയധികം പ്രചാരണം നൽകിക്കൊണ്ട്, ഈ ആശയത്തിന് പ്രചാരണം നൽകിക്കൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം പോലും സോളിഡാരിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി. മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിന് ഒരു തിരുത്ത് എന്നതായിരുന്നു ആ സമ്മേളനത്തിൻ്റെ പ്രമേയം തന്നെ. ഇപ്പോൾ ധാരാളം സമര പരിപാടികളും വളരെയധികം വിപ്ലവകരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സേവന പരിപാടികളും പിന്നിട്ട ശേഷം വളരെ ബൃഹത്തായ ഒരു ആശയ സംവാദത്തിന് സോളിഡാരിറ്റി വേദിയൊരുക്കിയിരിക്കുകയാണ് വികസനത്തെ സംബന്ധിച്ച്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. കാരണം ഇവിടെ കുറേ വർഷങ്ങളായി എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് വികസനത്തെ സംബന്ധിച്ച് ഉള്ളത്. അവിടെയെല്ലാം ഇന്നത്തെ വികസന രീതിയുടെ അപാകതകളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവം വർത്തമാനങ്ങൾ നടക്കാറുണ്ടെങ്കിലും പ്രയോഗത്തിൽ, നമ്മുടെ കർമ്മത്തിൽ, ഭരണകൂടത്തിൻ്റെയും ജനങ്ങളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദർശിച്ച് കാണുന്നില്ല. എന്തിനെയാണോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് കണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട കെയ്യനിൻ്റെ കഥയിൽ നിന്ന് തന്നെ ആരംഭിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വികസനം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം വലതുകാലുകൊണ്ടും പിന്നെ ഇടതുകാലുകൊണ്ടും ചവിട്ടേറ്റ അനുഭവമാണ് കേരളത്തിന് ഉള്ളത്. രണ്ട് കാലുകൊണ്ടും മാറി മാറി ചവിട്ടുന്നതിന് നിന്ന് കൊടുക്കുകയാണ് നമ്മൾ. മൂന്നാമതൊരു കാല് നമുക്ക് സമീപിക്കാനില്ല. ഇനി ഒറ്റക്കാലന്മാരെ സമീപിക്കുന്നതിന് പകരം രണ്ട് കാലുള്ള മനുഷ്യരെ സമീപിക്കുന്ന മനുഷ്യത്വപരമായ ഒരു വികസന വീക്ഷണത്തിലേക്ക് മുന്നേറാനാണ് ഈ ദുരനുഭവം നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യപ്പറ്റുള്ള ഒരു വികസനം, അതിന് വലിയ ദാർശനികമായിട്ടുള്ള അകമ്പടിയൊന്നും ആവശ്യമല്ല. മനുഷ്യപ്പറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ദർശനം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ബന്ധം പോലും മനുഷ്യപ്പറ്റിനെ സംബന്ധിച്ചാണ് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഗന്ധമുള്ള, മനുഷ്യനോടൊപ്പം നിൽക്കുന്ന, ജനപക്ഷത്ത് നിൽക്കുന്ന,
ജനഭൂരിപക്ഷത്തിന് പ്രയോജനം സിദ്ധിക്കുന്ന, അങ്ങനെ പറയുന്നതും ശരിയല്ല, എല്ലാ ജനങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന ഒരു വികസനത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ ഈ വേദിയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പലതരത്തിൽ വിഷയങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അന്തർധാര ഈ മനുഷ്യപ്പറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഫാദർ ബഹുമാന്യനായ KN ആദ്യം വളരെ ആഴത്തിൽ ഈ വിഷയത്തെ പരാമർശിച്ച രാമനുണ്ണിയും മീരയും എന്താണ് പറഞ്ഞത് എന്ന് അവ്യക്തമായി പോയി എന്ന് മീര ആരോപണം ഉന്നയിച്ച MLA പോലും പറയാൻ ആഗ്രഹിച്ചത് മനുഷ്യപ്പറ്റുള്ളൊരു വികസനത്തെ പറ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചർച്ചകളിലൂടെ നമ്മൾ ഒരു സമവായത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള മേഖലകളിലേക്ക് നമ്മുടെ ഈ ചർച്ച വികസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായ ചില വീക്ഷണങ്ങൾ അംഗീകരിക്കുക. ഒന്ന്, ഇന്നത്തെ വികസനം യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധമാണ്. ആ മനുഷ്യവിരുദ്ധം എന്ന് പറയുന്നത് എല്ലാ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ഇവിടെ ഏതൊരു മുതലാളിയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നോ ആ മുതലാളിക്കും വിരുദ്ധമാണ് ഇന്നത്തെ വികസനം. അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ സുരക്ഷയ്ക്ക്, അയാളുടെ സമാധാനത്തിന് എല്ലാം ഭീഷണിയായിരിക്കുന്ന ഒരു വികസനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വിനാശകരമായിട്ടുള്ളൊരു വികസനം. ഇതിനെ വികസനം എന്നേ വിളിക്കാൻ പാടില്ലാത്തതാണ്. വളരെ വൈരുദ്ധ്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ മഹാതീർ മുഹമ്മദിൻ്റെ ഈ സ്ഥിതിവിശേഷത്തെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം പ്രയോഗിച്ചൊരു പദം വളരെ അർത്ഥവത്താണ് എന്ന് തോന്നുകയാണ്. മോർ മണി മോർ മിസറി, മോർ മണി മോർ മിസറി എന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വികസനമുണ്ടാകും തോറും, പണമുണ്ടാകും തോറും, ഭക്ഷണം വർദ്ധിക്കും തോറും, വസ്ത്രങ്ങൾ വർദ്ധിക്കും തോറും, വിദ്യാഭ്യാസം വർദ്ധിക്കും തോറും, ഗതാഗത സൗകര്യങ്ങൾ കൂടുന്തോറും, വാർത്താവിനിമയ സൗകര്യങ്ങൾ കൂടുന്തോറും, അങ്ങനെ ലോകം വികസിക്കും തോറും മോർ മിസറി, അങ്ങേയറ്റം പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വാസ്തവം എന്നെനിക്ക് തോന്നുകയാണ്. ഭക്ഷണം വിഷമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യം, ട്രാജഡി എന്നാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. പണം കൊടുത്താൽ പോലും വിഷമില്ലാത്ത ഭക്ഷണം കിട്ടാത്ത, പണം കൊടുത്താൽ പോലും വിഷമയമല്ലാത്ത വായു, ശുദ്ധവായു ശ്വസിക്കാവുന്ന ഒരിടം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇതിനേക്കാൾ വലിയൊരു ട്രാജഡി എന്താണ്? അപ്പോൾ ഈ വികസനം മനുഷ്യപ്പറ്റില്ലാത്ത, നീതിബോധമില്ലാത്ത, സത്യത്തിൻ്റെ അംശമില്ലാത്ത, യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു വികസനത്തെ താലോലിച്ച് വളർത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവിടെ തേലക്കാട് ഫാദർ പറഞ്ഞതും KN പറഞ്ഞതും ഒന്നും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മീയതയുടെയും ഭൗതികതയുടെയും ഒരു സമന്വയത്തെ സംബന്ധിച്ച് ഫാദർ പറയുമ്പോൾ KN അത് ഭൗതികമായ പുരോഗതിയുടെയും അത് നയിക്കുന്ന ഒരു മോറൽ ഇൻഡ്യൂസ്മെന്റിനെ സംബന്ധിച്ചും ആ തലത്തിലേക്ക് അത് വളർന്നു പോകുന്നതിനെ സംബന്ധിച്ചുമൊക്കെ പറയുമ്പോൾ അത് മതപരമായ ഒരു ആത്മീയതയെക്കുറിച്ചല്ല എങ്കിൽ പോലും ഈ മതപരമായ ആത്മീയതയും സർഗാത്മകമായ ആത്മീയതയും കലാ സാഹിത്യ സൃഷ്ടികളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആത്മീയതയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വേർതിരിവുണ്ട് എന്ന്
വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വലിയ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ഒരു സമന്വയമില്ലാത്ത, യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു വികസനം, ഒരു ഏകപക്ഷീയമായിട്ടുള്ള വികസന സമ്പ്രദായത്തിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിലാണ് അഴിച്ചുപണി നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട്, പ്രായോഗികമായ ജീവിതത്തിൽ ഈ കാഴ്ചപ്പാടനുസരിച്ചുള്ള അഴിച്ചുപണികൾക്ക് നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. അവിടെ ഒരു പുതിയ സങ്കല്പം, ലോകത്ത് ഒരു കോൺസെപ്റ്റ് വളർന്നു വരുന്നുണ്ട്. നമ്മളിവിടെ കുറേ ആളുകൾ സംസാരിച്ച് GDP-യെ സംബന്ധിച്ച്, ഈ GDP, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഇതിൻ്റെയൊക്കെ വർധനവ് വികസനമായിട്ട് രേഖപ്പെടുത്തുന്ന, വികസനത്തിൻ്റെ മുഖ്യ സൂചകങ്ങളായി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. നമ്മളത് അംഗീകരിക്കുന്നില്ല, നമ്മളതിനെ തള്ളിക്കളയേണ്ടിയിരിക്കും. പുതിയ വികസന സൂചകങ്ങളെ സംബന്ധിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നാഷണൽ ഇൻകം അല്ല, GDP അല്ല, ഹാപ്പിനെസ് എന്നത്, ഒരു മനുഷ്യന്റെ സംതൃപ്തി എന്നത്, സന്തോഷം മാത്രമല്ല സംതൃപ്തിയും, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സംതൃപ്തി. ഭൗതികമായി എല്ലാം തികഞ്ഞതുകൊണ്ട് സംതൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സന്തോഷമുണ്ടായിക്കൊള്ളണമെന്നില്ല, ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറാതെ സന്തോഷമുണ്ടായിക്കൊള്ളണമോ എന്നുമില്ല. അപ്പം ഇത് രണ്ടും നൽകുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതായിരിക്കണം വികസനത്തിൻ്റെ അളവുകോലും. ഒരു രാജ്യത്തെ ജനതയുടെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, പാർപ്പിട സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, അതിലെ വർധനവ് മാത്രമല്ല, അവരെത്രത്തോളം സുരക്ഷിതരാണ്, സമാധാനമുള്ളവരാണ്, അതുപോലെ തന്നെ സംതൃപ്തിയുള്ളവരാണ്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം, ഇതൊക്കെയാണ് അവിടെ മുഖ്യമായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകേണ്ടത് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് വ്യക്തികളുടെയും രാഷ്ട്രത്തിൻ്റെയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ആവശ്യമാണ് എന്നാണ് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പണമുണ്ടായതുകൊണ്ട് ഇത് നേടിക്കിട്ടണം എന്നില്ല. ഒരു കാര്യം ഞാനിവിടെ പറയാൻ പ്രത്യേകം ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൗജന്യം കൊടുക്കുന്ന, സൗജന്യം ആളുകൾക്ക് കൊടുക്കുക എന്നത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നത് വളരെ വലിയ കാര്യമാണ്. ഒരു ഭരണകൂടം തീർച്ചയായിട്ടും പ്രജകൾക്ക് അരിയും തുണിയും പാർപ്പിടവും വിദ്യാഭ്യാസവും ഒക്കെ നൽകാൻ ബാധ്യതപ്പെട്ടതാണ്. അതിനെ ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ വേറെ ഒരു തലത്തിൽ ആ കാര്യത്തെ കാണാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. 2 രൂപയ്ക്കുള്ള അരി എല്ലാ ആളുകൾക്കും നൽകേണ്ടതുണ്ടോ? BPL കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ 2 രൂപയ്ക്ക് അരി കൊടുത്തു, അത് മനസ്സിലാക്കാൻ കഴിയും. മാസവരുമാനം 25,000 രൂപയിൽ താഴെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ 24,000 രൂപ, 24,999 രൂപ മാസവരുമാനമുള്ള ആൾക്കും 2 രൂപയ്ക്ക് അരി കൊടുക്കണമെന്നുണ്ടോ? അപ്പം അതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാണ്. അത് കേന്ദ്രം കൊടുത്താലും സംസ്ഥാനം കൊടുത്താലും തമിഴ്നാട് കൊടുത്താലും കേരളം കൊടുത്താലും അത് രാഷ്ട്രീയ സ്റ്റണ്ടാണ്. അരി കഴിക്കുന്നത് കൊണ്ട്, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് സംതൃപ്തി ഉണ്ടാവും. നമ്മുടെ സംതൃപ്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറുകയാണ്. ഒരു 30 വർഷം മുമ്പ് ഭക്ഷണം കിട്ടിയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു അനുഭൂതി, ആത്മീയമായിട്ട് തന്നെയുള്ള അനുഭൂതി അവിടെ ഉണ്ടാകുമായിരുന്നു. വയറിൻ്റെ വിശപ്പ് അടങ്ങുന്നു എന്നതാണ് ആ അനുഭൂതി. ഇന്ന് ആ ഒരു സിറ്റുവേഷൻ മാറി. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടും നിങ്ങൾ പാചകം ചെയ്തുകൊണ്ടും കഴിക്കുമ്പോഴുണ്ടാകുന്നതായി മാറുന്നു നിങ്ങളുടെ സംതൃപ്തി എങ്കിൽ അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാകാം. എങ്കിൽ അത് ശരിയാണെങ്കിൽ അതിനെ പരിഗണിക്കണം എന്ന കാര്യമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വെറുതെ കൊടുക്കരുത് എന്ന് മുതലാളിത്തം പഠിപ്പിച്ച ആ മനോഭാവത്തിലൂടെയല്ല ഇത് പറയുന്നത്. മനുഷ്യനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുന്ന, സെൽഫ് റിലയൻ്റ് ആക്കുന്ന, അധ്വാനിച്ച് ഭക്ഷിക്കാൻ പഠിപ്പിക്കുന്ന,
അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന ആളുകൾ അധ്വാനം എന്നതിന് പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കഥാകൃത്ത് മീര പറഞ്ഞതുപോലെയുള്ള കുറുക്ക് വഴികളിലൂടെ പണം നേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഒരു പ്രൊഡക്ഷനും ആ മേഖലയിൽ നടക്കുന്നില്ല. ഒരു ക്രിയേറ്റിവിറ്റിയുമില്ലാത്ത, ഒരു പ്രൊഡക്ഷനും നടക്കാത്ത തരത്തിൽ മണി ഏണിങ്, പണം നേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പം നമ്മൾ അധ്വാനം എന്നത് അവിടെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ മഹത്വം, തൊഴിലിൻ്റെ മഹത്വം ഒക്കെ അടങ്ങിയിരിക്കുന്നു. ആ തരത്തിലേക്ക് സൗജന്യങ്ങൾ വളരെ അവശരായ ആളുകൾക്ക് കൊടുക്കാവൂ. വിധവകൾക്ക് നൽകാം, അവശരാണെങ്കിൽ വിശേഷിച്ച് നൽകണം. വളരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്, അതുപോലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ നമ്മുടെ ഗവൺമെന്റ് സൗജന്യം കൊടുക്കണം. ബാക്കിയുള്ള മുഴുവൻ ആളുകളും എത്ര ധനാഢ്യരായിരുന്നാലും ശരി, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടിയിരുന്നു. അവിടെ പ്രവാചകന്റെ ഒരു മാതൃക വളരെ വലുതാണ്. പ്രവാചകന്റെ അടുക്കൽ വിശന്നൊട്ടി യാതൊരു ഗതിയുമില്ലാത്ത ഒരാൾ വന്നപ്പോൾ അവിടെ അദ്ദേഹം കൂടിയുന്ന ആളുകളോട് പറഞ്ഞത്, ഇവരെ ഒരു പിരിവെടുത്ത് ഇയാൾക്ക് കൊടുക്കൂ എന്നല്ല. ഒരു പിരിവെടുത്തു അവിടെ. അത് അയാൾക്ക് കൊടുത്തത് ഒരു മഴ പോയി മഴ വാങ്ങി വിറക് വെട്ടി ജീവിക്കും. തൊഴിലുണ്ടാക്കാനുള്ള, തൊഴിൽ നൽകാനുള്ള ഒരു സംവിധാനമാണ് അവിടെ വരുന്നത്. എല്ലാ ആളുകൾക്കും തൊഴിൽ കൊടുക്കാൻ കഴിയേണ്ടതാണ്. ഏത് മുതലാളിയും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യം. തൻ്റെ കരം കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ധനം ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു ഭക്ഷണം ആരും കഴിക്കുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതും ഈ അർത്ഥത്തിൽ തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് കിടക്കണം. എൻ്റെ ഭക്ഷണത്തെ സംബന്ധിച്ച്, എൻ്റെ മക്കളുടെ ഭക്ഷണത്തെ സംബന്ധിച്ച്, എൻ്റെ നാട്ടുകാരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച്, എൻ്റെ തലമുറയുടെ ഭക്ഷണത്തെ സംബന്ധിച്ച്, എൻ്റെ കാലത്തിൻ്റെ ഭക്ഷണത്തെ സംബന്ധിച്ച് അപ്പുറത്തേക്ക് കിടക്കണം. അതാണ് കാലത്തിനപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രോഫറ്റിക്കായിട്ടുള്ള പിന്നെ ആളുകളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ പറഞ്ഞു പോയത്. അവിടെ നമ്മൾ ഓരോരുത്തരും ആ തരത്തിലേക്ക് കാര്യങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് കഴിക്കാൻ എത്ര ഭക്ഷണം വേണം, നമുക്ക് ധരിക്കാൻ എത്ര ഉടുപ്പ് വേണം, നമുക്ക് പാർക്കാൻ എത്ര റൂമുകളുള്ള വീട് വേണം. അപ്പം നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മളിവിടെ ജീവിച്ചു പോയതിൻ്റെ തെളിവ് അംശങ്ങൾ എവിടെയൊക്കെ കലരേണ്ടത്. എല്ലാ വ്യക്തികളെയും പഠിപ്പിക്കേണ്ടതാണ്, എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കേണ്ടതാണ്. തൻ്റെ കാലത്തിനപ്പുറത്തേക്ക് കാണാൻ എല്ലാ വ്യക്തികളെയും നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മരിച്ചു പോകുന്നവനും, ബഷീറിന്റെ മാമ്പഴം എന്ന ആ കഥ ശ്രദ്ധേയമാകുന്നത് അവിടെയാണ്. മരിച്ചു പോകുന്ന, നാളെ മരിക്കും, ഇപ്പോൾ മരിക്കും, ഉടനെ മരിച്ചു വീണുപോയ. പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് ഒരു മാവിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. കാരണം അത് അയാളുടെ ബാധ്യതയാണ്. അതാണ് ജീവിതത്തെ സംബന്ധിച്ചുള്ള ബാധ്യത. നമ്മൾ ഡെമോക്രസി നിലനിൽക്കുന്ന, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്ത് ഈ ടേം എന്ന് പറയുന്നത്, ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇല്ല. ഭരണകൂടത്തിനുമില്ല, ജനങ്ങൾക്കുമില്ല എന്നതാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം നിൽക്കുന്ന, തലമുറകൾക്കപ്പുറം നിൽക്കുന്ന, മരണത്തിനപ്പുറം നിൽക്കുന്ന, ലോകാവസാനത്തിനും അപ്പുറത്തേക്ക് കിടക്കുന്ന തരത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. നമ്മുടെ വികസനത്തിനും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ രംഗത്ത് സ്ഥായിയായ, സുസ്ഥിരമായിട്ടുള്ള, ഈടുറ്റ ഒരു വികസന സമ്പ്രദായം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് ആവശ്യം വികസനം മാത്രമല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ഇനി എക്കോണമിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സ്ഥായിയായ, ഈടുറ്റ, പാർശ്വഫലങ്ങളില്ലാത്ത ഒരു വികസനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തേ മതിയാകൂ. ഇന്നത്തെ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അത് മാത്രമേ വഴിയുള്ളൂ. ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള വികസന കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിസത്തിന്റെ വികസന കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവതയുടെ വികസന കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. വലതുപക്ഷത്തിൻ്റെതെന്ന് പറഞ്ഞ് ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാട് വികസനവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നതിലും യാഥാർത്ഥ്യത്തിന്റെ അംശങ്ങളുണ്ട്. എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ വീക്ഷണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കാലത്തിന് അനുയോജ്യമായ തരത്തിലുള്ള
ഒരു വീക്ഷണം കരുപ്പിടിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക വികസന കാഴ്ചപ്പാടിൽ നിന്ന് പിൻപറ്റാനുണ്ട്. ഇസ്ലാമിക ബാങ്കിങ്ങിന്റെ കടമിടപാടിന്റെ സാമ്പത്തിക ഇടപാടിന്റെ ഒരു വലിയ അംശത്തെ, ഒരു വലിയ സത്യത്തെ, ഒരു അടിസ്ഥാനത്തെ നമ്മൾ സ്വാംശീകരിക്കാൻ പോവുകയാണ്. ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടിന്റെ ഒരു കമ്പനി ഇവിടെ ഫോം ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. അത് വളരെ വലിയൊരു അടിസ്ഥാനത്തെ നമ്മൾ സാമ്പത്തിക രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. അതെന്താണ്? ചൂഷണമില്ലാത്ത റിസ്ക് ആൻഡ് ഗെയിൻ ആൻഡ് പേ, റിസ്ക്കും അതോടൊപ്പം പ്രോഫിറ്റും ഒരേ സമയത്ത്. വെറും പ്രോഫിറ്റ് മാത്രം, വൺ വേ അല്ല. ജീവിതം അങ്ങനെയല്ല. ജീവിതം വിജയം മാത്രമുള്ളതല്ല, പരാജയം കൂടി ഉൾക്കൊള്ളുന്നതാണ്. വിജയപരാജയങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഒരു കച്ചവടത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടാവും, ജീവിതത്തിൽ അടക്കം അത് സംഭവിക്കുന്നു. അപ്പോൾ റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ഉദ്യമത്തെ അല്ലാതെ ഇസ്ലാം അംഗീകരിക്കുന്നത്. ഗെയിൻ വിത്ത് പെയിൻ എന്നതാണ് അതിൻ്റെ തത്വം. ആ പോളിസിയാണ്, ആ യാഥാർത്ഥ്യം, ആ പോളിസി എന്നല്ല, ആ വസ്തുത, ആ സത്യം, അതാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിനകത്ത് ഉള്ളത്. പലിശ എന്നത് ഏകപക്ഷീയമാണ്, വൺ വേ ആണ്. ക്യാപിറ്റലിസ്റ്റിന്റെ മൂലധന ശക്തിയുടെ താല്പര്യങ്ങളെ മാത്രമാണത്, അതിന് മാത്രമാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്, അതിനെ മാത്രമാണ് അത് സംരക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ താല്പര്യത്തെ അത് സംരക്ഷിക്കുന്നില്ല എന്നതാണ് അതിന്റെ പ്രശ്നം. ഒന്ന്. രണ്ടാമത്തേത്, അത് താഴെ നിന്ന് മുകളിലേക്ക് പണം ഒഴുകുന്ന ഒരു സംഗതിയാണ്. താഴെ നിന്ന് ഒഴുകൂല മുകളിലേക്ക്, പക്ഷെ ഒഴുക്കുകയാണ് ക്യാപിറ്റലിസം ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യമെന്ന് പറയുന്നത് താഴെത്തട്ടിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് സമ്പന്നരിലേക്ക് പണം ഒഴുകുന്നു. ആ പലിശയായിട്ടും കൊള്ള ലാഭമായിട്ടും ഒക്കെ പോകുന്നു എന്നാണ്. ഇസ്ലാമിക സമ്പദ്വ്യവസ്ഥ നേരെ തിരിച്ചാണ്. മുകളിൽ നിന്ന് താഴേക്ക് പണം ഒഴുകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് അത് പരക്കുന്ന. അങ്ങനെ സമ്പത്ത്, വികസനം, നേട്ടങ്ങൾ പരന്ന് എല്ലാ ആളുകളിലേക്കും എത്തുന്നവരെ ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സവിശേഷതകൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സമയം കഴിഞ്ഞിരിക്കുന്നു, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾക്കിടയിൽ ഈ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലില്ല. മനുഷ്യപ്പറ്റുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു വികസനത്തെ സംബന്ധിച്ച്, മൂല്യവത്തായ ഒരു വികസനത്തെ സംബന്ധിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ്. പക്ഷേ പ്രയോഗത്തിൽ വ്യക്തികളും രാഷ്ട്രവുമൊന്നും ഈ നിഗമനത്തെ അംഗീകരിച്ചിട്ടില്ല. ഈ നിഗമനത്തെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യപ്പറ്റുള്ള, സുസ്ഥിരമായ, സ്ഥായിയായ, പാർശ്വഫലങ്ങൾ ഇല്ലാത്ത, മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു വികസനത്തിലേക്ക്, നാളെയുടെ വികസനത്തിലേക്ക്, ലോകത്തിന്റെ വികസനത്തിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും വികസനത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങേണ്ടിയിരിക്കുന്നു. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് സോളിഡാരിറ്റി എറണാകുളത്ത് നടത്തുന്ന ഈ ചരിത്ര പ്രധാനമായ, ഭാവിയിൽ ചരിത്ര പ്രസിദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ വരെ സാധ്യതയുള്ള ഈ വികസന ഫോറം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.